നമ്മുടെ പ്രേക്ഷകരിൽ ഒരാൾ അയച്ചു തന്ന ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് അദ്ദേഹം ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്ന ശേഷമാണ് അത് ചോദ്യം ചോദിച്ചത്. ഞാൻ ആദ്യം ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ ആഗ്രഹിക്കും. മറ്റൊരുടെയുമല്ല, നമ്മുടെ ബഹുമാന്യനായ ഒരു ദേവദാസന്റെ വീഡിയോ ആണ്. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇന്ന് പലരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്. കാരണം വേദോസ്തത്തിൽ നിക്കോദെമോസിന്റെ കർത്താവ് പറയുന്നു, വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ്? അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ഈ ലോകത്ത് ജനിച്ചത് നമ്മുടെ പ്രവൃത്തി ആയിരുന്നില്ല. അതുപോലെ തന്നെ വീണ്ടും ജനിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഹൃദയം തുറന്ന് ഒരു പുതിയ കാഴ്ച നമുക്ക് ലഭിക്കുന്നതിനെയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇന്നലെ വരെ ജഡത്തിൽ യുക്തിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുകയും വിശ്വസിക്കുകയും ആ നിത്യതയെ നമ്മുടെ മുൻപിൽ വെക്കുകയും ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആ പുതിയ കാഴ്ചകൾ അത് നമുക്ക് തരുന്നത് ദൈവം നമ്മുടെ ഹൃദയം തുറക്കുന്നതാണ്. അപ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നൊരു ക്രിയയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആ വീണ്ടും ജനനം നമുക്ക് സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഫലം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മൾ നോക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ വീണ്ടും ജനിപ്പിക്കാനുള്ള വചനങ്ങളെല്ലാം ഈ വേദപുസ്തകത്തിലുണ്ട്. ദൈവം അവൻ്റെ ആത്മാവിനെ അയച്ച് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു, പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. പത്രോസ് ലേഖനത്തിൽ പറയുന്നു, വചനത്തിന്റെ കേൾവിയാലാണ് ഈ വീണ്ടും ജനനം സംഭവിക്കുന്നത്. അതാണ് ഇതിന്റെ മീൻസ്. ആ വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ കണ്ണ് തുറക്കുന്നത്, ഹൃദയം തുറക്കുന്നത്, പുതിയ കാഴ്ചകൾ കാണുന്നത്. വീണ്ടും ജനിക്കുന്ന ഒരാൾ ജീവിക്കുന്നത് പഴയ കാഴ്ചകളിലൂടെ അല്ല, വിശ്വാസത്താൽ അവൻ കാണുന്ന പുതിയ കാഴ്ചകളിലൂടെയാണ്. വീണ്ടും ജനിക്കാത്തവർ ഈ ലോകത്ത് അവരുടെ കാഴ്ചകളിലൂടെ ജീവിക്കുമ്പോൾ, വീണ്ടും ജനിച്ചവർ ദൈവരാജ്യത്തിൽ ദൈവം അവർക്ക് നൽകുന്ന വിശ്വാസ കണ്ണുകൾ തുറന്നു നോക്കുന്ന കാഴ്ചകളിലൂടെ ജീവിക്കുന്നു. ഇത് തികച്ചും വ്യത്യസ്തമായ രണ്ട് ജീവിത രീതികളാണ്. അതുകൊണ്ട് കർത്താവ് നമ്മൾ എല്ലാവരെയും വിളിക്കുന്നു, വചനത്തിലൂടെ, വചനത്തിന്റെ കേൾവിയിലൂടെ കർത്താവിൽ വിശ്വസിക്കുവാൻ വേണ്ടി എല്ലാവരെയും വിളിക്കുന്നു. ആ വിളി നമുക്ക് കേൾക്കാൻ കഴിയുമ്പോൾ നാം വീണ്ടും ജനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ പുതിയ സൃഷ്ടിയായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ നിലയിൽ തൻ്റെ ഉൾക്കാഴ്ച ഈ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം ടീച്ചിങ് അല്ല, പൊതുവായിട്ടുള്ള എല്ലാ ക്രൈസ്തവരുടെ ഇടയിലുമുള്ള ഒരു ടീച്ചിങ്. എന്നാൽ നമ്മൾ ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഇത് എന്താണ് എന്നൊന്ന് പരിശോധിക്കാൻ പോകും. നമുക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ല. നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ വേദപുസ്തകത്തിൽ നിന്നും മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് വചനത്താലാണ് ജനിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്. പുതിയൊരു ലോകമാണ്, പുതിയ സൃഷ്ടിയായി മാറും, ഇതൊക്കെ തൻ്റെ വാക്കുകളിലുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല കേട്ടോ, എനിക്ക് അയച്ചു തന്നുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ അത് പ്രസന്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ദേവദാസൻ കൂടെയാണ് താൻ. പിന്നെ വിമർശിക്കാനൊന്നും അല്ല, നമ്മളൊരു കാര്യം ഇടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ഇട്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ, തെറ്റല്ല, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാനോ സംസാരിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് വി നീഡ് ടു ഗോ ടു നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്കാണ് പോകേണ്ടത്. യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് പരീശന്മാരുടെ ഇടയിൽ നിന്ന് ഒരാൾ, യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് എന്നുള്ള പേര് ഒരു മനുഷ്യൻ വന്നിട്ട് രാത്രിയിൽ യേശുവിന്റെ അടുക്ക് വന്നു, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവെ വന്നിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. വളരെ ശ്രദ്ധിച്ചു കേൾക്കും. ഇദ്ദേഹം വന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയും. റബി, നീ ദൈവത്തിങ്കിൽ നിന്ന് വന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം ദൈവം അങ്ങയുടെ കൂടെ ഇല്ലായിരുന്നു എങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ചോളം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കൾച്ചറിന്റെ ഭാഗം. അവർ മിസ്രൈമിലായിരുന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ അതിശയ പ്രവൃത്തികൾ. പ്രവാചകന്മാർ വരുന്നു, ഒരുപാട് സയൻസ് ചെയ്യുന്നു, വണ്ടേഴ്സ് ചെയ്യുന്നു. അപ്പൊ യേശുക്രിസ്തു വന്ന് അടയാളം ചെയ്തപ്പോൾ അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ട്, ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾ ദൈവത്തിങ്കൽ നിന്ന് വന്ന ആളാണെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. കാരണം ഈ അടയാളം ചെയ്യാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. അപ്പോൾ യേശുക്രിസ്തു അതിന്റെ മറുപടി, ഓക്കെ, താങ്ക് യു, ഐ അപ്രീഷിയേറ്റ് യു എന്നല്ല പറഞ്ഞത്. അല്ലാതെ ഒരു സ്മൈൽ ഇമേജ് ഇട്ട് കൊടുത്തില്ല. ജീസസ് ക്രൈസ്റ്റ് ഒരു മറുപടി ഭയങ്കരമായിട്ട് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നോട് പറയുകയാണ്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല.
ഇത് സംസാരിക്കുന്നത് പൊതുജനത്തോടല്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് സ്പീക്കിംഗ് ടു ദ ടീച്ചർ, നോട്ട് ഓർഡിനറി മാൻ അല്ല. നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഗ്രീക്കിൽ ആ വാക്ക് നോക്കി എങ്ങനെയാണ്, ഐ തിങ്ക് ജസ്റ്റ് ദ ടീച്ചർ എന്നാണ്, വെറും ടീച്ചർ അല്ല. ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ഹോ ഡിഡാസ് ഖലോസ്, ദ ടീച്ചർ. ഞാൻ ഇടയ്ക്ക് വെച്ചൊരു കാര്യം പറയാം. ഈ വാക്ക് നമ്മൾ വീണ്ടും ജനിച്ചു, ഇത് പെന്തക്കോസ്ത് ബ്രദറൻ ലോകത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള വാക്ക്. നിങ്ങൾ വീണ്ടും ജനിച്ചു. അവളോട് ചോദിക്കുക, നിങ്ങൾ വീണ്ടും ജനിച്ചു. അവർക്ക് എങ്ങനെ അറിയാം അവർ വീണ്ടും ജനിച്ചു? നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ചോദ്യം ചോദിക്കുന്നതന്നെ ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരം. ഭൂമിയിൽ ഇനിയും ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനോട് ചോദിക്കുക, നീ ജനിച്ചോ എന്ന് ചോദിക്കുന്ന പോലെയുള്ളൂ. അതെങ്ങനെ അറിയാൻ പറ്റും ജനിച്ചെന്ന്? അപ്പൊ പറയാം, നമ്മുടെ ആത്മക്കണ്ണ് തുറക്കുന്നു, വേറെ കാണുന്നു. ഇതെല്ലാം എല്ലായിടത്തും ആത്മക്കണ്ണും ഒക്കെ ഉണ്ട് എൻ്റെ പൊന്നു ചേട്ടായി. ഞാൻ ആദ്യം നിങ്ങളോട് പറയാം, ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. രണ്ട്, ഇത് ആരോട് സംസാരിച്ചെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ ബൈബിളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചാൽ അത് മുഴുവൻ കൊണ്ടുവന്ന് ജനത്തിന്റെ തലയിലോട്ടിടരുത്. ഇത് കർത്താവ് സംസാരിച്ചത് ജാതികളോടല്ല, കാണാതെ പോയി ഇസ്രായേൽ ഗ്രഹത്തിലെ ഏതെങ്കിലും ആളുകളോടല്ല, അല്ലെങ്കിൽ യഹൂദ മതവുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു പുറജാതിക്കാരോടല്ല. യേശു ഇത് സംസാരിച്ചത് കൃത്യമായി ന്യായപ്രമാണത്തിന്റെ പ്രമാണിയായ ദ ടീച്ചർ, ഹോ ഡിഡാസ്കലോസ്, ദ ടീച്ചർ, സ്ക്രിപ്ചറിനകത്ത് എക്സ്പേർട്ട് ആയിരിക്കുന്ന മനുഷ്യൻ, റബനിക്കൽ ട്രഡീഷൻസ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന മനുഷ്യൻ, സെൻഹദ്രിൻ സംഘത്തിന്റെ മെമ്പർ. അപ്പൊ ആളിന്റെ ക്വാളിറ്റിയും ഇന്റഗ്രിറ്റിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ക്രെഡൻഷ്യൽ നമ്മൾ ഊഹിക്കാവുന്നതാണ്. ഇയാളോടാ സംസാരിക്കുന്നത്. അപ്പൊ ക്രൈസ്റ്റിന്റെ ടോക്ക് ഒരിക്കലും ഇത് ശമരിയാക്കാരി സ്ത്രീയോട് സംസാരിച്ച് ഇങ്ങനെയല്ല. അവളോടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല, നീ വേണ്ടി ജനിക്കണമെന്നും പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തോട് പറഞ്ഞു. കാരണം ആ ലാംഗ്വേജ് അദ്ദേഹത്തിന് മനസ്സിലാവും. അതിനൊരു വലിയ തെളിവുണ്ട്. നമ്മുടെ കർത്താവ് ഇത് സംസാരിച്ച് താഴോട്ട് വന്നിട്ട് 10ാമത്തെ വാക്യത്തിൽ 9 നിക്കോദിമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അതായത് വചനത്താലും ആത്മാവിനാലും ജനിക്കണമെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പുള്ളി ചോദിക്കുക, ഞാൻ ഇനി അമ്മയുടെ ഉദരത്തിൽ കയറിപ്പോൾ ജനിക്കണം. പുള്ളിക്ക് ഇത് കേട്ടപ്പോൾ ഉടനെ ഈ ബയോളജി ഓർമ്മ വന്നു, സയൻസ് ഓർമ്മ. നമ്മൾ ഈ ഉൽപ്പത്തി 1 വായിക്കുമ്പോൾ നമ്മുടെ ചേട്ടന്മാർക്ക് സയൻസ് ഓർമ്മ വരുന്നത് പോലെ നിക്കോദിമോസിന് വീണ്ടും ജനനം എന്ന് കേട്ടപ്പോൾ ഉടനെ പുള്ളിക്ക് ഈ ഗൈനക്കോളജിയും ബയോളജിയും ഒക്കെ ഓർമ്മ വന്നു. അപ്പൊ അദ്ദേഹം യേശുവിനോട് ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? യേശു അതിന് മറുപടി എടുത്തു, വളരെ ശ്രദ്ധിക്കണേ, ഈ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാന്നൊക്കെ പഠിപ്പിക്കുന്ന ചേട്ടന്മാരെല്ലാം ശ്രദ്ധിച്ചോ. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? അവിടെ നിൽക്കേണ്ടത്. നമ്മളൊരു കാര്യം എടുത്ത് ജനത്തെ പഠിപ്പിക്കുമ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഭവം എന്താണ്, എന്ത് കാര്യമാണ് പറയുന്നത്, ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, അദ്ദേഹത്തോട് ചോദിക്കുക, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്കിത് അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് വീണ്ടും ജനനം എന്തെന്നറിയാം, ബർത്ത് എന്തെന്നറിയാം, ഇദ്ദേഹത്തിന് ജനനം എന്തെന്നറിയാം, ഉടമ്പടി എന്തെന്നറിയാം, ദൈവരാജ്യം എന്തെന്നറിയാം, കിങ്ഡം ഓഫ് ഗോഡിൽ കടക്കുക എന്നതെന്നറിയാം. കാരണം ഇത് പുതുനിയമത്തിന്റെ പുതിയ ഉപദേശം അല്ല. ഇത് പഴയ നിയമത്തിന്റെ ഉപദേഷ്ടാക്കാർ പഠിപ്പിക്കുന്ന നിയമമാണ്, ഉപദേശമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചോദിക്കോ, നീ വീണ്ടും ജനിക്കണം ചുമ്മാ പുതിയതായിട്ട് ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രമാണം പറയൂ, ഒരു പുത്തൻ ഉപദേശം നീ ഒരാളടുത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാതെ ചുമ്മാ അങ്ങ് പറയുവാണ്? അറിയത്തില്ല. യേശുക്രിസ്തു അങ്ങനെ ചെയ്യത്തില്ല. യേശുക്രിസ്തുവിന് അറിയാം, ഇയാൾക്ക് ഇത് അറിയാവുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തോട് കൃത്യമായ നിലയിൽ എന്ത് ചെയ്തു, നീയെ വീണ്ടും ജനിക്കണം എന്ന് പറയുക. അപ്പൊ വീണ്ടും ജനനം എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ജസ്റ്റ് ഇനി ഈ ന്യൂ ബർത്ത് എന്ന് പറയുന്നത്, ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് പുതുനിയമത്തിന്റെ ഉപദേശമല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എപ്പോഴും ഞാൻ ഇപ്പോൾ വളരെ എല്ലാ വീഡിയോസിലും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ ഈ ടീച്ചിങ്സ് പുറത്തു കൊണ്ടുവന്നതിന്റെ കാരണം അത്രയ്ക്കും അഴുക്കും മാലിന്യവും ക്രിസ്തുവിന്റെ സഭയ്ക്കകത്ത് വന്നിട്ടുണ്ട്. എന്ത് പറയുന്നെന്ന് പറയുന്നവർക്ക് പോലും അറിയത്തില്ല. എങ്ങനെ വീണ്ടും ജനിക്കും? അത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ജനിച്ചോളൂ എന്ന്.
നിങ്ങൾ കേട്ടായിരുന്നല്ലോ ആ വീഡിയോക്ക്. അത് വചനം നമ്മൾ കേട്ടോണ്ട് ഇങ്ങനെ പറയുന്നത്, വചനത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, വചനത്താൽ ജനിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു പുതിയ വെളിച്ചം ഉണ്ടാവും. നമ്മൾ ഇതുവരെ കാണാത്ത ചിലത് കാണാൻ തുടങ്ങും. എന്തോന്ന് കാണുന്നു? നമ്മുടെയൊക്കെ ചർച്ചിനകത്ത് എന്തോ കാണുന്നു? എല്ലാവരും വീണ്ടും ജനിച്ചെന്ന് പറയുകയല്ലേ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പുതുനിയമം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പോയി പഴയ നിയമം പഠിക്കണം. പഴയ നിയമത്തിൽ പഠിക്കണം. ആത്മാവിനാലും വെള്ളത്താലും ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ പുതിയ ഒരു സംഭവമല്ല. കാരണം നിക്കോദിമോസിനെ സംബന്ധിച്ചോളം ഈ വെള്ളം എന്താണ്, എന്താണ് ആത്മാവ്, എന്താണ് ജനനം, എന്താണ് ഹൃദയം, എന്താണ് ദൈവരാജ്യം, ഇതെല്ലാം ഇവർക്കറിയാം. നമ്മുടെ നേരത്തെ ഒരു വേട്ടമലയുടെ കുറെ വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഇതുപോലെ ആന മണ്ടത്തരം പറയുന്നൊരു മനുഷ്യൻ, പേര് എബ്രായ പണ്ഡിതൻ. എനിക്കതിനകത്ത് വ്യക്തിപരമായിട്ട് പറയേണ്ട വിഷമമുണ്ട്. ഇങ്ങനെ ജനത്തെ കബളിപ്പിക്കരുത് കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട്. ഇദ്ദേഹത്തിന്റെ ചില വീഡിയോസ് കേട്ട തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അപ്പം ഇവർക്ക് ദൈവരാജ്യം, അപ്പൊ അദ്ദേഹം പറഞ്ഞ ദൈവരാജ്യം എന്ന് പറയുന്നത് അറിയാമോ? പശു ഇനി പിന്നെ കാളയും ആടും മാടും പശുവും ഒക്കെ ഇങ്ങനൊന്നും അല്ലായിരുന്നു ആദമിന്റെ സൃഷ്ടിയിൽ, എന്തോ വേറെ ഏതാണ്ടായിരുന്നു. പാപം ചെയ്തപ്പോൾ തന്നെ ഇതിനെല്ലാം കുഴപ്പം പറ്റി. ഇത് എന്തൊരു ഗതികേടാന്ന് ചോദിച്ചു. കാള പിന്നെ നേരത്തെ എന്തുമായിരുന്നു? സിംഹമായിരുന്നു. മരങ്ങളുടെ ചില്ലകളൊന്നും ഉണങ്ങത്തില്ല. അത് എന്തോ ഒരു ഭാവനയാണെന്നറിയാം. ഞാൻ വരുന്നുണ്ട് വേട്ടമലയ്ക്ക്, ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വേട്ടമലയുടെ കുറേ സ്റ്റുഡൻസ് നമ്മുടെ മെസ്സേജുകൾ കേട്ട് ഇപ്പം ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട്. യു ആർ മോസ്റ്റ് വെൽക്കം. വേട്ടമല എനിക്കിതിന് മറുപടി തരുവാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ മറുപടി തരും. ഞാൻ നിങ്ങളെ പോലെ വലിയ എന്തുവാ നമുക്കൊന്നും അറിയത്തില്ല അങ്ങനൊന്നും അല്ല. നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ ജനത്തെ കബളിപ്പിക്കരുത്. താമസിക്കുന്നത് ഭയങ്കര രാജ്യത്താണ്, ഇരിക്കുന്നത് വലിയ നാട്ടിലാണ്, വലിയ പ്രസിദ്ധിയുണ്ട്, വലിയ ആരുടെയോ മക്കളാന്ന് പറയുമ്പോൾ ജനത്തെ കളിപ്പിക്കാൻ നോക്കണ്ട. സമ്മതിക്കത്തില്ല. ഇത് കർശനമായിട്ട് സംസാരിക്കുക. സാധുക്കളെ കബളിപ്പിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് സമൂഹത്തോടെ ഞാൻ സ്നേഹത്തോടെ പറയാം, നിങ്ങൾ എന്താണ് വീണ്ടും ജനം എന്ന് പഠിക്കണം. ആദ്യം പോയി പഴയ നിയമം നോക്കണം. പഴയ നിയമത്തിലുള്ള ഉപദേശങ്ങൾ മാത്രമേ യേശു പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നമുക്കറിയാൻ പറ്റും. നീ വെള്ളത്താൽ ജനിക്കണം. അതായത് ഇസ്രായേലിന്റെ ജനനം എന്ന് പറഞ്ഞാൽ എന്ന് പറയും, അവർ അബ്രഹാമിന്റെ ജഡപ്രകാരം ജനിച്ച മക്കളും. ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കാം, ജഡപ്രകാരം ജനിച്ചു. അതായത് അബ്രഹാമിന്റെ കുടുംബത്തിൽ അബ്രഹാമുമായി ബന്ധപ്പെട്ട ആ ഫെയ്ത്തിൽ ജനിച്ചവ മാത്രമാണ് ദൈവത്തിന്റെ മക്കളായിട്ട് അറിയപ്പെടുന്നത്. അവർ അബ്രഹാമിന്റെ പുത്രന്മാർ. അവർ ഈ കിങ്ഡം ഓഫ് ഗോഡിന്റെ ഭാഗമായി മാറുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ അവകാശം ലഭ്യമായത് ഫിസിക്കൽ ബർത്ത് അണ്ടർ എബ്രഹാമിക് lineage പ്ലസ് തോറ ഒബീഡിയൻസ്. നിങ്ങളിത് മനസ്സിലാക്കണം. അപ്പൊ ന്യായപ്രമാണത്തിന്റെ അനുസരണവും അബ്രഹാമി കുടുംബത്തിലെ ബർത്തും കൂടെയാണ് ഈ ആളിനെ, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം, പിന്നെ പരിച്ഛേദന അതെല്ലാം ഉണ്ട്, അദ്ദേഹത്തെ എന്താക്കി മാറ്റുന്നത്? ഈ നിയമത്തിനകത്ത് അവരെ ബർത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആളായിട്ട് അവർ മാറും. ഇതാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ബർത്ത് എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണാൻ പറ്റും. നമ്മൾ എസെക്കിയേലിന്റെ പ്രവചനം 36-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ ക്ലീൻ വാട്ടർ, പുതിയ ആത്മാവ്, പുതിയ ഹൃദയം, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇങ്ങനെയുള്ള കുറെ പദപ്രയോഗങ്ങൾ കൃത്യമായിട്ട് പഴയ നിയമത്തിലുണ്ട്. ഇത് നിക്കോദിമസ് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ പുതിയ വെള്ളം, പുതിയ ആത്മാവ്, ഹൃദയം, സ്പിരിറ്റ്, വാട്ടർ, ഈ പദങ്ങളെല്ലാം റിലേറ്റഡ് ടു കവനന്റ്. മനസ്സിലാണോ? റിലേറ്റഡ് ടു കവനന്റ്, ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ്. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായത്തിന് 1 മുതൽ 14 വരെ വായിക്കുമ്പോൾ അസ്ഥി താഴെ. അവിടെ എന്താ? ജീവനെ, ആത്മാവിനെ അയക്കുന്നു. അപ്പൊ ആത്മീയമായിട്ട് അവിടെ ഇസ്രായേൽ മരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ജീവൻ, ബ്രത്ത് അവർക്ക് കൊടുക്കുന്നു, അവർക്ക് ജീവൻ കൊടുക്കുന്നു. അതായത് ഒരു ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി വരുന്നത് പോലെ അസ്ഥികളിൽ നിന്ന് അവര് ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഉരുവായി വരുന്നു. അവരുടെ ആത്മാവിന് ഒരു പുതുജനനം സംഭവിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? റെസ്റ്റോറേഷൻ. അതായത് നഷ്ടപ്പെട്ടു പോയ ആളിനെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ പറയുന്ന പദം എന്താണ്? റീബർത്ത്. അപ്പം
മരിച്ചുപോയ ആൾ വീണ്ടും ജനിച്ചു വരിക. അതാണ് യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ അവനെ ജനിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 2 എടുത്ത് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 13 അധ്യായത്തിലേക്ക് കോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പൗലോസ് പറയുകയാണ്, യേശുവിന്റെ ഉയർപ്പ് രണ്ടാമത്തെ ബർത്താണ്. അപ്പം ഇസ്രായേൽ മക്കൾ മരിച്ചു പോയി കഴിയുമ്പോൾ, മരിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഉടമ്പടിയുടെ വെളിയിൽ പോകുമ്പോൾ അവരെ മരിച്ചവരായിട്ടും ഉടമ്പടിയുടെ നാട്ടിലേക്ക് തിരികെ വരുന്നതിനെ ജനിച്ചതായിട്ടും പറയുന്നു. ഇപ്പൊ ബാബിലോണോട്ട് പോയി കഴിഞ്ഞാൽ അവർ മരിച്ചുപോയി. ഉടമ്പടിയുടെ ദേശത്തേക്ക് തിരിച്ചെത്തുമ്പോൾ അവർ ജനിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? അതുപോലെ ഇവർ ഇവിടെ ജനിച്ചു, അവർ പുറത്തു പോയിട്ട് വീണ്ടും ജനിച്ചു. അങ്ങനെയാണ് അർത്ഥം. അസീറിയക്കാരെല്ലാം കൂടി ഇസ്രായേൽ ഗ്രഹത്തെ കൊണ്ടുപോയി. അവർ ലാൻഡിന് ഔട്ടായി. അവർ എവിടെ ജനിച്ചവരാണ്? ഇസ്രായേലിൽ ജനിച്ചവരാണ്. ദേ വർ ബോൺ ഓഫ് ഗോഡ്, ദേ ആർ ദ ചിൽഡ്രൻസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ ഇവന്റെ ആദ്യജാതനാണ്, ഉടമ്പടിയിൽ പിറന്നവരാണ്, അബ്രഹാമി ഉടമ്പടിയുടെ മക്കളാണ്. പക്ഷെ അവർ ലാൻഡിന് പുറത്തു പോകുമ്പോൾ അവർ മരിച്ചു പോകുന്നു. വീണ്ടും അവർ തിരിച്ചവരുടെ ലാൻഡിലേക്ക് റെസ്റ്റോർ ചെയ്യുമ്പോൾ അതിനെ ബൈബിൾ വിളിക്കുന്നത് റീബർത്ത്. ഇത് മനസ്സിലാക്കുക, ഇതാണ് റീബർത്ത്. അപ്പൊ പോയ ആള് തിരിച്ച് ആ ഉടമ്പടിയുടെ ഭാഗത്തേക്ക്. അപ്പൊ പഴയ നിയമത്തിലാവുമ്പോൾ ലാൻഡ്, പ്രോമിസ് ലാൻഡ്, തോറ, ഇതാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ലാൻഡിന് പകരം ക്രൈസ്റ്റാണ്, ക്രിസ്തുവിലെത്തുക, ന്യൂ കവനന്റിലെത്തുക, ന്യൂ കിങ്ഡത്തിലെത്തുക. അപ്പൊ എസെക്കിയേൽ 37 ഇതിനെ സംബന്ധിച്ച കാര്യങ്ങളെ ആർക്കറിയാം? നിക്കോദിമോസിന് അറിയാം. ഇസ്രായേലിന്റെ പ്രമാണിയായിട്ടും നിനക്ക് മനസ്സിലായില്ലയോ എന്ന് യേശു ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചാൽ ഹി നോസ് ഇറ്റ് വെൽ. ജെറമിയ ചാപ്റ്റർ 31 വേഴ്സ് 31 to 34 നമ്മൾ ന്യൂ കവനന്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഉടമ്പടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊക്കെ. അപ്പൊ ഇത് ഓൾഡ് കവനന്റിനകത്ത് ധാരാളമായിട്ട് വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 43 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഗോഡ് വിൽ pour water and spirit on his people. Water and spirit on his people, that is a restoration. So നിങ്ങൾ മറന്നു പോകരുത്, റീബർത്തിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കാണുന്നത് 31:2. The spirit of God moves over the water. The spirit moves over the water. Symbol is creation and recreation. വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ട്, ഇത് ബർത്താണ്. ടോക്കിംഗ് അബൌട്ട് ബർത്ത്. വെള്ളം ആ ജനസമൂഹത്തിന്റെ മീതെ എന്ത് പ്രവർത്തിക്കുക? ആത്മാവ് പ്രവർത്തിച്ച് അവരെ എന്താക്കി? വെളിച്ചമുള്ളവരാക്കി മാറ്റുകയാണ്. അപ്പൊ നിക്കോദിമോസ് എന്ന് പറയുന്ന തോറ പഠിപ്പിക്കുന്ന മാസ്റ്റർ, പ്രവാചക പുസ്തകം പഠിപ്പിക്കുന്ന ആളിന് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടതാണ് എന്താണ് വെള്ളത്താലും ആത്മാവിലാലും ജനിക്കുക. ഇതിനെ ആളുകൾ പഠിപ്പിക്കുന്ന അറിയാമോ? സ്നാനപ്പെടണം എന്നൊക്കെയാണ് പഠിപ്പിച്ചേക്കുന്നത്. ഞാനിതിലേക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെ ഞാൻ ഓരോ വാക്കെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രാവശ്യം ഞാൻ ഓരോ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ കുറ്റക്കാരനായിട്ട് വരിക. എന്നാലും നിർത്തത്തില്ല. ദൈവം എനിക്ക് നൽകുന്ന ആയുസ്സിന്റെ ആരോഗ്യത്തിന്റെ അവസാന നിമിഷം വരെ ഞാൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവം എന്നെ അതിനു വേണ്ടി പിറപ്പിച്ചതാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക. ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 2 അവിടെയാണ് ഫസ്റ്റ് ബർത്ത്. അവിടെയാണ് ആദം ജനിക്കുന്നത്. ആദം ഉടമ്പടിയിൽ പിറക്കുകയാണ്. അവന്റെ കണ്ണ് തുറക്കുക, വെളിച്ചമുള്ളവനായി മാറുക, വെളിച്ചത്തിന്റെ മകനായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ റീബർത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് എന്താണ്? വീണ്ടും ജനനം എന്നാണ്. ഇത് ആരോട് സംസാരിക്കുന്നു? നിക്കോദീമോസിനോട് സംസാരിക്കുന്നു. ഇനി അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇത് വലിയ സബ്ജക്റ്റാണ്, ഞാൻ ഒത്തിരി വിശാലമായിട്ട് പോകുന്നില്ല. കൃത്യമായ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ജസ്റ്റ് ഷോർട്ട് ചെയ്ത് പറയുന്നത്. 1 പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കണേ. ലേഖനം വായിക്കുമ്പോൾ ആർക്ക് എഴുതിയെന്നൊക്കെയുള്ള ബോധത്തോടെ വായിച്ചാലേ വല്ലതും തലേ കയറും. അല്ലെങ്കിൽ ഉള്ള പുസ്തകം മൊത്തം കഴുത്ത് കക്ഷത്തോട്ട് വെച്ചിട്ട് ഇതെല്ലാം എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പിള്ളേരോടും പറഞ്ഞെന്ന് പറഞ്ഞ് ജനത്തിന്റെ തലയിൽ കൊണ്ടുവന്ന ആവശ്യമില്ലാത്ത ഭാരം ഇടരുത്. ഈ പരീക്ഷന്മാർക്കൊരു പ്രത്യേകം ഉണ്ടായിരുന്നു. ഈ ജനങ്ങൾക്ക് ചുമക്കാൻ പറ്റാത്ത ചുമട് അവരുടെ തലയുണ്ട്. അതിന് ഈ മെസ്സേജ് ബൈബിളാണെന്ന് തോന്നുന്നു, അതോ പാഷൻ ബൈബിളാണെന്ന് അറിയത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കഴിക്കാൻ ആഹാരം കൊടുക്കൂല, പക്ഷെ ഈ ആഹാരം എല്ലാവരുടെ കുട്ടുവത്തിനകത്തേക്ക് തലയിൽ വെച്ചു കൊടുക്കും. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പറയാം, വേർഡ് ഓഫ് ഗോഡിനെ ഭക്ഷിപ്പാൻ കഴിയുന്ന രീതിയിൽ കൊടുക്കത്തില്ല. മറിച്ച് എന്ത് ചെയ്യും? ഈ വേർഡ് ഓഫ് ഗോഡ് എല്ലാം കൂടെ വലിയൊരു കുട്ടകത്തിനാക്കി ഇവരെ തലയിലോട്ട് നോക്കും. ഇവൻ ഒന്നാമത് വിശന്നും കിടക്കുക, ഇവൻ ആരോഗ്യവും ഇല്ല, പക്ഷെ തല നിറച്ച് ഇരിക്കുന്ന കുട്ടകത്തിനകത്ത് നിറച്ച് എന്തുവാ? ബിരിയാണിയാണ്. ഈ അവസ്ഥയിലേക്കൊന്നും പോകരുത്. ശ്രദ്ധിച്ചു നോക്ക്. 1 പത്രോസ് 1:1. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തിയോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയയിലും ബഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും. ആർക്കാ? പൗലോസ് തിരുവല്ലായിലും കോട്ടയത്തും പുനലൂരിലും അടൂരിലും പിന്നെ കുമ്പനാട്ടും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് നാം എഴുതിയിരിക്കുന്നത്.
ചിതറിപ്പാർക്കുന്ന ഡയസ്പോറ, പ്രവാസികളായിട്ട് പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി, ഇതൊന്നും ആയിട്ടില്ല കേട്ടോ, ആയി വ്രതന്മാരായവർക്ക് എഴുതുന്നത്, പിതാവായ ദൈവത്തിന്റെ മുന്നറിയിപ്പിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും ക്രിസ്തുവേശൻ രക്തത്തെ തളിക്കപ്പെടുവാനുമായി, അനുസരണം പ്രാപിച്ചിട്ട് രക്തത്തെ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരായവർക്ക്, അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അപ്പം ഇവിടെ 1-2 പേര് ഇത് വായിച്ച് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ ഇവരാരും എന്ത് ചെയ്തിട്ടില്ല? പൂർണ്ണ അനുസരണത്തിലേക്ക് വന്നിട്ടില്ല, പൂർണ്ണമായിട്ട് ശുദ്ധീകരണം പ്രാപിച്ച് പരിശുദ്ധ രക്തത്താലോ തളിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോൺമെന്റ് ആണ്. ഞാൻ അതിലേക്കൂടെ കൊണ്ട് പറയാൻ പോയാൽ ഇത് എങ്ങും അവസാനിക്കത്തില്ല. അറ്റോൺമെന്റ് ഇസ് ദ റിസൾട്ട് ആഫ്റ്റർ സെക്കൻഡ് കമ്മിങ്. ഇത് മനസ്സിലാക്കണം. 2ാം വരവില് ആണ് അറ്റോൺമെന്റ് പൂർത്തിയാകത്തുള്ളൂ. കാരണം എന്താ? യേശുക്രിസ്തു പെന്തക്കോസ്തിന്റെ അന്ന് ആത്മാവിനെ പകർന്നു, സ്വർഗാരോഹണം ചെയ്ത ശേഷം ആത്മാവിനെ പകർന്നു. 4-ാം ഉത്സവം, 5-ാം ഉത്സവം കാഹളധ്വനിയാണ്. 6-ാം ഉത്സവം മഹാപാപ പരിഹാര ദിവസമാണ്. മഹാപുരോഹിതൻ വിശുദ്ധാന്തർ മന്ദിരത്തിൽ പോയിട്ട് തിരിച്ചു വരണം, രക്തം തളിച്ചിട്ട്. അവൻ രക്തം തളിക്കാതെ പറഞ്ഞാൽ പൂർണ്ണമായും മാലിന്യം നീക്കണം. പാപത്തിന് ക്ഷമയും വേണം, അശുദ്ധിക്ക് ശുദ്ധീകരണവും വേണം. പാപങ്ങൾക്ക് ക്ഷമ പോരാ, ക്ഷമ പാപയാഗത്താൽ നടക്കും, പക്ഷെ ശുദ്ധീകരണം നടക്കണമെങ്കിൽ അറ്റോൺമെന്റ് നടക്കണം. സോ ഇവിടെ എഴുതിയിരിക്കുന്നത് രക്തം തളിക്കപ്പെടുവാനുമായി അവർക്ക് വേണ്ടി ആ വ്രതന്മാർക്ക് എഴുതുന്നത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഞാൻ സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കുമുണ്ട്. അടുത്തത്, നമ്മുടെ കർത്താവായ യേശുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, ശ്രദ്ധിക്കണേ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ തന്റെ കരുണാധിക്യ പ്രകാരം യേശുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ എൻഡ് ഓഫ് ദ ഏജ്, എൻഡ് ഓഫ് ദ ഏജ് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന, അപ്പൊ രക്ഷ പൂർണ്ണമായിട്ട് ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇതിങ്ങനെ വായിച്ച, മലയാളം വായിച്ച ആകെപ്പാടെ പ്രശ്നം. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് ഒന്ന് പോകാം. ഇനി ഇംഗ്ലീഷ് അറിയാവുന്ന വലിയ ആളൊന്നുമല്ല ഞാൻ, വായിക്കാനും ഒക്കെ ഉണ്ട്, അറിയാൻ കുറച്ചൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഞാൻ എന്തെങ്കിലും വായിച്ച ഉടനെ പണ്ഡിതനാണെന്നൊന്നും പറഞ്ഞ് എൻ്റെ തലയിലൊന്നും വരണ്ട. അതൊന്നും എനിക്ക് ചേരത്തില്ല. ഞാൻ വായിക്കാം. ബ്ലെസ്സഡ് ബി ദ ഗോഡ് ആൻഡ് ദ ഫാദർ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, I think it is KJV auto, which according to his abundant mercy that hath begotten us again unto a lively hope by the resurrection of Jesus Christ from the dead. Okay, begotten us, ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കിയേ, which is according to his abundant mercy hath begotten us again, വീണ്ടും ജനിപ്പിച്ചു, unto the lively hope by the resurrection of Jesus Christ from that. കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം ചെയ്തതിനാൽ അവൻ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? തൻ്റെ കരുണാധിക്യ പ്രകാരം ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഈ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന മലയാളമാക്കി അവസാനം കൊണ്ടിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് പിടികിട്ടത്തില്ല. അപ്പൊ ജീവനുള്ളൊരു പ്രത്യാശയ്ക്കായി, ആ പ്രത്യാശ എന്താണ്? അന്ത്യകാലം. അതെന്താണ് ആ പ്രത്യാശ? ടു an inheritance incorruptible, undefiled, and that faded not away, reserved in heaven for you, who has kept by the power of God through faith unto salvation, ready to be revealed in the last days. അവസാനം, ലോകത്തിന്റെ അവസാനത്തിൽ, കാലത്തിന്റെ അവസാനത്തിൽ വെളിപ്പെടാനിരിക്കുന്ന ആ രക്ഷയുടെ അവകാശം പ്രാപിക്കാൻ, അതും ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നും ഇല്ലാത്തൊരു അവകാശം. ദാറ്റ് മീൻസ് എറ്റേണൽ ലൈഫ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് റൈച്ചസ്നെസ്. മറ്റു ബാക്കി പറഞ്ഞല്ലോ, അത് പ്രാപിക്കാൻ വേണ്ടി നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആരെ? വൃതന്മാരെ. അപ്പൊ വൃതന്മാരെ ആര് ജനിപ്പിച്ചു? യേശു. എങ്ങനെ? അവന്റെ പുനരുത്ഥാനത്താൽ.
അപ്പൊ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങളെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവം നിങ്ങളെ തന്റെ കരുണാധിക്യ പ്രകാരം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്ത്? അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. എന്താ രക്ഷ? നിത്യജീവൻ, നീതീകരണം, പുത്രത്വം, ദൈവരാജ്യം. ഇതെല്ലാം യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ സാധ്യമാകുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ ജനനം. ഇനി ശ്രദ്ധിച്ചു നോക്കൂ, എങ്ങനെ അവരെ വീണ്ടും ജനിപ്പിച്ചു? പുനരുത്ഥാനത്താൽ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അവർ സ്വന്തം വചനം കേട്ടോണ്ടിരുന്നപ്പോ ചെവി കൂടെ വേദന കേട്ടപ്പോൾ ജനിച്ചെന്നല്ല. ചേസ് പാസ്റ്റർ ശ്രദ്ധിക്കണം. നിങ്ങൾ അറിവുള്ള മനുഷ്യനാണ്, കഴിവുള്ള മനുഷ്യനാണ്, നിങ്ങൾ ഒരുപാട് പേർ അംഗീകരിക്കുന്ന മനുഷ്യൻ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, നിങ്ങളുടെ കുഴപ്പമല്ലത്. പെന്തക്കോസ്തിനകത്ത് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ജനിക്കുമെന്നല്ല എഴുതിയേക്കുന്നത്. ഓൾറെഡി they were begotten. Okay, which is according to his abundant mercy hath begotten us. Us means Peter and his the elected one, not all Gentiles. He's talking to the people. It was scattered error, that is diaspora. അതായത് അന്ന് അവിടെ പ്രവാസികളായി കിടക്കുന്ന പൊന്തിയോസിലും ഒക്കെ throughout the Pontius, the strangers scattered throughout the Pontius, Galatia, Cappadocia, Asia and Bithynia. ഇതൊക്കെ ആരാ? ഇസ്രായേൽ ഗ്രഹമാണ്. അപ്പോസ്തലനായ പൗലോസ് പരിച്ഛേദനക്കാരുടെ അപ്പോസ്തലൻ, അവരുടെ ഇടയിലാണ് ശുശ്രൂഷ. ബിഥിനിയ, കപ്പദോക്കിയ, പൊന്തിയ, ഗലാഷ്യ, ഇവിടെയെല്ലാമാണ് താൻ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ അവരോട് പറയാം എന്നിട്ട് ബിഗോട്ടൻ ആസ്, അപ്പം തന്നെ കൂടെ ചേർത്ത് നമ്മെ ദൈവം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം when Jesus Christ was resurrected from the dead, they were born again. എങ്ങനെ? By faith. അതായത് യേശുവിന്റെ മരണത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് ഇവരെ ദൈവം ആരായിട്ട് കാണുകയാണ്? ഇവർ born again. എന്തിനു വേണ്ടിയാണ്? ഇന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്ക് വേണ്ടി, അവകാശമാക്കാൻ വേണ്ടി വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ആശയം മനസ്സിലാവുന്നുണ്ടോ? ആരാ ഇത്? ഇസ്രായേൽ. ആരോടാ യേശു സംസാരിക്കുന്നത്? നിക്കോദിമോസ്. വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതേ പത്രോസ് തന്നെ പറയുന്നു, കെടുന്ന ബീജത്തല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായി ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചു. ഇപ്പൊ വീണ്ടും ജനിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എഴുതിയേക്കുന്നത്? പുതുസൃഷ്ടി വന്നിട്ടില്ല സർ, നിത്യജീവൻ വന്നിട്ടില്ല, പൂർണ്ണ രക്ഷ പൂർത്തീകരിച്ചിട്ടില്ല, നീതീകരണം പൂർണ്ണമായിട്ടില്ല. മേളിതൊക്കെ elect according to the foreknowledge of God the Father through the sanctification of the Spirit unto obedience and the sprinkling of the blood. Unto the എന്തിനു വേണ്ടി? And the obedience and the sprinkling of the blood of Jesus Christ. രക്തത്താൽ തളിക്കപ്പെടും. That means for atonement, to the completion of salvation. അമ്മ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. That is the terminology of the high priest. തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഹൈ പ്രീസ്റ്റ് പോയിട്ട് തിരിച്ചു വരിക എന്നാ. അന്നൽ മാത്രമേ രക്തം തളിക്കുക എന്ന് പറഞ്ഞാൽ അറ്റോൺമെന്റ് ഉണ്ടാകത്തുള്ളൂ. ക്ലെൻസിങ് ഓഫ് ദ സിൻ, forgiveness is already happened on the cross. Cleansing will only happen after the coming of Christ, because Jesus Christ entered into the holy holies for our sin. Yom Kippur. വീണ്ടും എന്തിനു വീണ്ടും ജനിപ്പിച്ചു? അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ജനിച്ച് സ്വർഗരാജ്യം കാണാൻ കഴിയുകയില്ല. പുതുതായി ജനിച്ചില്ലെങ്കിൽ എവിടെ പോകാൻ പറ്റില്ല? ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ഇതിന്റെ അർത്ഥം കാണുക, കടക്കുക. അപ്പം ഈ 1-ാം നൂറ്റാണ്ടിലെ ആളുകൾ ക്രിസ്തുവിനുള്ള വിശ്വാസം നിമിത്തം യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പിനെ വിശ്വസിച്ചപ്പോൾ ദൈവം അവരുടെയും കൂടെ ഉയർപ്പായിട്ട് അത് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളും ജനിച്ചു. യേശു വീണ്ടും ജനിച്ചു, അപ്പോൾ നിങ്ങളും വീണ്ടും ജനിച്ചു. കാരണം യേശുവിന്റെ പുനരുത്ഥാനത്തെ ബൈബിൾ വിളിക്കുന്നു, ഇന്ന് ഇത് എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ അവനെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ യേശുവിന്റെ വീണ്ടും ജനനം യേശുവിന്റെ ഉയർപ്പാണ്. അപ്പൊ യേശുവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം അത് കണക്കിട്ടു. എന്തിനു വേണ്ടി അവരെ കണക്കിട്ടു? വരുവാനുള്ള രക്ഷയ്ക്കായി, അനുസരണത്തിനായി, രക്തം തളിപ്പിനായി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വെളിപ്പെടാനുള്ള സാൽവേഷൻ പ്രാപിക്കേണ്ടതിന് ദൈവം ആ ജനതയെ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം ഇവിടെ തുറന്നു നോക്കട്ടെ. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ജനിച്ച വീണ്ടും ജനിക്കുക എന്നാ. അപ്പൊ ഒരിക്കൽ ജനിച്ചത് എവിടെ ജനിച്ചു? ഉടമ്പടിക്കകത്ത് ജനിച്ചു. ആ ഉടമ്പടിക്കകത്ത് ജനിച്ചത് കൊണ്ടാണ് ദൈവം ആദമിനെ നോക്കി പറഞ്ഞു, ആദം ദൈവത്തിന്റെ പുത്രൻ. ആദം എപ്പോഴാ ദൈവത്തിന്റെ പുത്രനായ? ആദമിനെ കുഴച്ച് മണ്ണും കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഊതുമ്പോഴാണോ മനുഷ്യനുണ്ടാകുന്നത്? ആദമും ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചു. വെള്ളത്തിൽ നിന്ന് ആത്മാവിനാൽ ജനിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. Is born out of water by the Spirit of God. That's why the Bible says the
The Holy Spirit was hovering over the waters. Genesis chapter 2. ആദമിനെ ദൈവം തൻ്റെ ഖയോസിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് അവനെ ജനിപ്പിക്കുകയാണ്. I want to say, brothers and sisters, John chapter 3 എന്ന് പറയുന്നത് കണക്റ്റഡ് വിത്ത് ജെനസിസ് ചാപ്റ്റർ 1. അപ്പൊ നിങ്ങൾ, ഞാൻ ഒരു വാക്കുകൾ ഷോർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നിക്കോദിമോസ് എന്നത് യഹൂദൻ. പത്രോസ് ലേഖനം എഴുതുന്ന ആർക്ക്? യഹൂദന്മാർക്ക്, ഇന്ത്യക്കാർക്കല്ല. ഇന്ത്യക്കാരൻ അവൻ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്ന് വെച്ചിട്ട് പറയാം, വീണ്ടും ജനിക്കണം, നിങ്ങൾ വീണ്ടും ജനിക്കണം, നിങ്ങൾ വീണ്ടും ജനിക്കണം. എന്തുവാ ഏക്കേതാ ഊക്കേതാ എന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. എന്താണ് ആരോടായി പറഞ്ഞേക്കുന്നതെന്ന് ഒന്ന് വ്യക്തമായി തെളിയിച്ച് സംസാരിക്കേണ്ട ദൈവദാസന്മാരെ. ജനത്തോട് ചോദിക്കും, ആർ യു ബോൺ അഗൈൻ? എന്തോന്നായത്? ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ സാർ? എന്നിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഒന്നുമല്ല, ദൈവം തന്നെ ജയിക്കുന്നതാണ്. ഞാൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ അണ്ടർ ദ ഓൾഡ് കവനന്റിലുള്ള ജനവും കവനന്റിന് വെളിയിലുള്ള ജനവും തമ്മിൽ ഡീലിങ്സ് രണ്ടാണ്. ഇത് രണ്ടും കുരിശിലാണ് സംഭവിച്ചത്. ഇതെല്ലാത്തിൻ്റെയും പ്രവൃത്തി കുരിശില്ല. രണ്ടും രക്ഷന്റെ പ്രവൃത്തിയൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് രണ്ട് വശമുണ്ട്. ഇത് നിങ്ങൾ മറക്കണം. ഇസ്രായേലിനെ അവരുടെ അധംപതനത്തിൽ നിന്ന് വീണ്ടെടുക്കണം. ഇസ്രായേൽ ഓൾറെഡി എവിടെ ജനിച്ചവരാണ്? ഉടമ്പടിക്കകത്ത് ജനിച്ചവരാണ്. അബ്രഹാമിന്റെ പുത്രന്മാരാണ്. ഓൾഡ് കവനനിൽ പിറന്നവരാണ്. ഈ ഓൾഡ് കവനനിൽ പിറന്ന ഈ നിക്കോദിമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. യു ബോൺ ഫ്രം അബവ് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ജനിച്ച നിനക്ക് രണ്ടാമതൊരു ബർത്തിന്റെ ആവശ്യമുണ്ട്. ഒരിക്കൽ ജനിച്ചവനാണ് വീണ്ടും ജനിക്കേണ്ടത്. ഇന്ത്യയിലെ ഒറ്റയാൾക്കും വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ ആളുകൾക്ക് സംഭവിച്ചത് വീണ്ടും ജനനമല്ല. ഇന്ത്യയിലെ ആളുകൾക്ക് എന്താ സംഭവിച്ചതെന്ന് വായിക്കണേ. ബൈബിളിലേക്ക് തന്നെ പോയി നോക്ക്. മലയാളം ബൈബിളിലേക്ക് തന്നെ ഇംഗ്ലീഷ് വായിച്ച് നിങ്ങളെ യോഹന്നാന്റെ സുവിശേഷം 1:12 നോക്കി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്തോ, അവനെ കൈക്കൊണ്ട് യേശുവിനെ സ്വീകരിച്ചാൽ മതി, ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ജനിച്ചത് എങ്ങനെ? വചനം കേട്ടോണ്ടിരുന്നപ്പോൾ വചനം ചെവിക്കകത്തൂടെ കയറി ഹൃദയത്തിലിരിക്കുന്നു, അവിടെ ഒരു ജനനം നടന്നു, എന്തൊക്കെയോ സംഭവം നടന്നു. എന്നിട്ട് ഇങ്ങനൊന്നും അല്ല സാറേ. റിസീവ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. ഇതാണ് എൻ്റെ ട്രൂത്ത്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ, അവിശ്വസിക്കുന്ന നിമിഷം നീ ആരെ അംഗീകരിക്കുക? ക്രൈസ്റ്റിനെ അംഗീകരിക്കുക. ക്രൈസ്റ്റ് ഈസ് എ സൺ ഓഫ് ഗോഡ് എന്ന് നീ കൺഫ്യൂസ് ചെയ്യുമ്പോൾ, നീ പറയുമ്പോൾ യു ആർ അക്നോളജിങ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ബോൺ ഓഫ് ഗോഡ്. ഈസ് ദ ദൈവത്തിൽ നിന്നുള്ള ദൈവമാണ്, സത്യദൈവത്തിനുള്ള സത്യദൈവമായി. അവൻ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുമ്പോൾ വചനം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് കിട്ടും? യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാമെങ്കിൽ യേശുവിനുള്ള പദവി നിനക്ക് തരാമെന്നാ പറഞ്ഞു. ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്നിട്ട് പറയാം, അവർ ഏതാ? ഈ യേശുവിനെ കൈക്കൊണ്ടവർ, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വീണ്ടും ജനിച്ചതെന്നല്ല, ജനിച്ചത്. ഫസ്റ്റ് ബർത്ത. ആ നിക്കോദിമോസിന് വീണ്ടും ജനനം. എനിക്ക് നിങ്ങൾക്ക് ജനനം. നിക്കോദിമോസ് വീണ്ടും ജനിക്കണം. ഞാൻ ജനിക്കണം. അത് ദൈവം തൻ്റെ ഇഷ്ടത്താൽ എന്നെ ജനിപ്പിച്ചു. ദൈവം ജനിപ്പിച്ചു. ഞാൻ അതിനൊന്നും ചെയ്തില്ല. ഞാൻ ഒറ്റക്കാര്യം ചെയ്തോളൂ. യേശു ദൈവപുത്രനാണെന്ന് അംഗീകരിച്ചു. അംഗീകരിച്ചപ്പോൾ യേശു ക്രിസ്തുവിനകത്തുണ്ടായിരുന്നതെല്ലാം എൻ്റെ മേൽ ക്രെഡിറ്റ് ആയി. ഈസ് എ സൺ ഓഫ് ഗോഡ്, ഹി റിസൺ ഫ്രം ദ ഡെഡ്. ഐ എം ബോൺ ഓഫ് ഗോഡ്. ഐ എം നോട്ട് ബോൺ അഗെയിൻ. ഞാൻ വീണ്ടും ജനിച്ചവൻ അല്ല, ഞാൻ ജനിച്ചവനാണ്. ഒരിക്കൽ ജനിച്ച, ഒരു ഉടമ്പടിക്കകത്ത് ജനിച്ച ആള് രണ്ടാമത്തെ ഉടമ്പടിയിലേക്ക്, അതായത് ഓൾഡ് കവനന്റിൽ പിറന്ന നിക്കോദിമോസ് വീണ്ടും ഒന്നും കൂടെ ജനിക്കണം. എങ്ങോട്ട്? ന്യൂ കവനന്റിലേക്ക് ജനിക്കണം. എനിക്ക് ന്യൂ കവനന്റിൽ ജനിച്ചാൽ മതി, ഞാൻ ഓൾഡ് കവനന്റിൽ ജനിച്ച ആളല്ല. കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് വീണ്ടും ജനനം ഒരു മെസ്സേജ് അല്ല. നിങ്ങൾ ഇനി എന്നെ എന്നാ വിളിച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം ഇനി നിങ്ങൾ എന്ത് വിളിച്ചാലും അത് ഏക്കത്തില്ല. കാരണം ഓൾറെഡി സീൽഡായി. ജോൺ ദുരുപദേശം പ്രസംഗിക്കുന്നത് ഒരു 10-20-15 വർഷമായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അത് അങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ. പക്ഷെ നിങ്ങൾ പറയുന്നത് ദുരുപദേശം പോലും പറയാൻ പറ്റാത്ത നിലയിൽ മണ്ടത്തരങ്ങളാണ്.
ദുരുപദേശം എന്ന് പറയാൻ സംതിങ് ഈസ് ദെയർ. ഇത് യഹൂദനുള്ള അടുത്ത് ഇവിടെ കൊടുക്കും, ഇവനുള്ളത് യഹൂദന് കൊടുക്കും, അവന്റെ ചെരുപ്പെടുത്തിട്ട് ഇവൻ നടക്കും, അവന്റെ കോട്ടിട്ടോണ്ട് ഇവൻ നടക്കും, എന്നിട്ട് അവന്റെ തൊപ്പിയും വെച്ചിട്ട് അവൻ യഹൂദനാണെന്ന് അഭിനയിക്കും. എന്നിട്ട് ഇങ്ങനെ ജനത്തെ ഇട്ട് കഷ്ടപ്പെടുത്തി വാട്ടം കളിപ്പിച്ച് നിങ്ങൾ വീണ്ടും ജനിച്ചോ, വീണ്ടും ജനിച്ചോ, വീണ്ടും ജനിച്ചോ എന്നൊക്കെ പറഞ്ഞ് ജനത്തെ. എനിക്കിങ്ങനെ ഇത് പറയാൻ അറിയത്തുള്ളൂ. കാരണം ഞാൻ ഇതിനകത്ത് കിടന്ന് ഈ സംഭവങ്ങളെല്ലാം കേട്ട് മടുത്ത മനുഷ്യനാണ്. അല്ലാതെ ഞാനിപ്പം മെനഞ്ഞാന്നത്തെ മഴയ്ക്കകത്ത് കിളുത്ത് വന്ന തകരയൊന്നുമല്ല. ഒരു 10-30 വർഷത്തിന് പുറത്തായിട്ട് ഈ സംഭവങ്ങളുമായി കൃത്യമായ ബോധ്യമുള്ളതാണ്. 1000 ചോദ്യങ്ങൾ എനിക്കുണ്ട്. ഒറ്റ ചോദ്യത്തിന് മറുപടി തരാൻ ഇവരാള് തയ്യാറാകത്തില്ല. ഉടനെ നമ്മളോട് പറയും, ഉണ്ടായിരടാ ദൈവത്തിന്റെ ആത്മാവിന് വിരോധം സംസാരിക്കുക, പ്രാർത്ഥിക്ക്, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് തന്നെ ചോദിക്കുന്നത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 2-3 ചോദ്യം കൂടെ വീണ്ടും ചോദിക്കേണ്ടി വരിക. ആർ യു ബോൺ അഗൈൻ? വീണ്ടും ജനിച്ചുവോ? ഇരിക്കുന്നതല്ല യഹൂദന്മാരാ. യഹൂദന്മാരോടെ ചോദിക്കും, നിങ്ങൾ വീണ്ടും ജനിക്കും. എൻ്റെ പൊന്നു ചേട്ടായി ആരോട് സംസാരിച്ചു? ജീസസ് ക്രൈസ്റ്റ് എന്തുകൊണ്ടാണ് ഈ മെസ്സേജ് പബ്ലിക്ക് പറയാൻ? യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് ഇത് ചുങ്കക്കാരുടെയും പാപയുടെയും മുമ്പിൽ പറയാൻ? അതെങ്കിലും ഒന്ന് ആലോചിച്ചാൽ പറയും. യേശു ക്രിസ്തു എന്തുകൊണ്ട് ഇത് പബ്ലിക്ക് പ്രസംഗിച്ചില്ല? ജീസസ് ക്രൈസ്റ്റ് ഇത് എന്തുകൊണ്ടാണ് ഹിഡനായിട്ട് ആ യഹൂദനോട് മാത്രം സംസാരിച്ചു? അത് അവന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവനോട് ചോദിച്ചേ, ഇസ്രായേലിന്റെ പ്രമാണിയായിട്ടും നിനക്കിത് മനസ്സിലായില്ലയോ? ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ജാതിയായ നിനക്ക് ഇതുവരെ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലയോ? ജാതികളിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ നിനക്ക് എങ്ങനെ ഈ ചിന്തയിലേക്ക് വരാൻ പറ്റി? നിനക്കത് മനസ്സിലായില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇത് പ്രസംഗിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ ബോധം വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ബോധം വരാൻ പ്രാർത്ഥിക്കല്ല, പുനർവിചിന്തനം ചെയ്യണം. എന്താ സംഭവം? ഇത് ഒരു ചെറിയ വീഡിയോ, ഞാൻ ഇത് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്. ഇതിന് ഗൗരവമായ എലാബറേറ്റ് ആയിട്ട് സ്റ്റഡീസ് ഉണ്ട് നമ്മുടെ പക്കൽ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ മാത്രം ഇടുന്നതാണ്. ഓക്കെ, ഏത് മേഖല നിങ്ങൾ ഏത് വാക്കിയെടുത്തുകൊണ്ട് വന്നാലും കൃത്യമായ നിലയിൽ വിശദീകരിക്കാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കാൻ പറ്റും. ഞാനത് വിശ്വസിക്കുന്നു. വചനം ജനത്തെ സ്വതന്ത്രമാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ആരും വീണ്ടും ജനിച്ചവരല്ല, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. യു ആർ നോട്ട് ബോൺ അഗെയിൻ, യു ആർ ബോൺ ഓഫ് ഗോഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അങ്ങ് ജനിച്ചാൽ മതി. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.